ഹൃദയപൂർവം ഭാഗം 30. കല്യാണത്തിന് പോയവർ തിരിച്ചു വന്നില്ലേ? മാധവ് ചോദിച്ചു. വന്നു, പക്ഷെ ആ കുട്ടി വന്നില്ല. ആ കുട്ടി അവിടെ പഠിക്കാൻ ഏത് കോളേജിലാക്കി എന്നാ പറയുന്നത്. ബാക്കി എല്ലാവരും പോന്നു. പിന്നെ ദേവൂട്ടി വന്നിട്ടും കാര്യമില്ല. ലക്ഷ്മി ഇല്ലെങ്കിൽ അത് സമ്മതിക്കില്ല, അയാൾ പറഞ്ഞു. അപ്പോൾ ദേവു ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് മാധവന് ഉറപ്പായി. ആ ദാ പോകുന്നു ഇന്ദ്രപ്രസ്ഥയിലെ ദേവദത്ത്. ഇന്ദ്രപ്രസ്ഥ വീട്ടിലെ മൂത്ത പേരക്കുട്ടിയാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആ കുട്ടിയാണ്. അയാൾ പറഞ്ഞതും മാധവ് പെട്ടെന്ന് ആ വണ്ടിയിലേക്ക് നോക്കി. മുഖം വ്യക്തമായിട്ട് കണ്ടില്ലെങ്കിലും ഒരു സുമുഖനായ ചെറുപ്പക്കാരനാണ് എന്ന് അവന് തോന്നി. എനിക്ക് കാണാൻ പറ്റുമോ? ഒന്ന് സംസാരിക്കണമായിരുന്നല്ലോ. അതിനെന്താ, മോൻ വീട്ടിലേക്ക് ചെന്നോളൂ. അവിടെ അങ്ങനെ നിയന്ത്രണങ്ങളൊന്നും വെച്ചിട്ടില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെന്ന് കാണാം. അതാണ് ഇന്ദ്രപ്രസ്ഥ വീടിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മോനാ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നേക്കല്ലേ, അപ്പോൾ ധൈര്യമായിട്ട് പോയി കണ്ടാൽ സംസാരിക്കാം, അയാൾ പറഞ്ഞു. മാധവ് വേഗം ഭക്ഷണം കഴിച്ചതിൻ്റെ പൈസ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി കാറിൽ കയറി. എന്ത് ചെയ്യണം, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊന്നും അവന് പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ കാറിൽ നിന്നും ഇറങ്ങി വീണ്ടും കടയിലേക്ക് വന്നു. ചേട്ടനൊരു ഹരി എറിയോ? ഒരു വർഷം മുമ്പ് എന്തെങ്കിലും ഒരു അപകടം പറ്റി വയ്യാതെ കിടക്കുന്ന ഒരു ഹരി എന്ന് പറയുന്ന ആളെ? മാധവ് ചോദിച്ചതും, ഒരു വർഷം മുമ്പ് അപകടം പറ്റിയതോ? ഹരിയോ? മുഴുവൻ പേരെന്താ മോനെ? അല്ലെങ്കിൽ വീട്ടുപേരെങ്കിലും? അതെനിക്കറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് ഫോൺ എടുത്തുകൊണ്ട് മിത്ര പഠിക്കുന്ന സ്കൂളിലേക്ക് വിളിച്ചു. ഓഫീസ് റൂമിൻ്റെ നമ്പറായിരുന്നു. അവൻ അതിലേക്ക് വിളിച്ചതും ഒരാൾ ഫോൺ എടുത്തു. അത് പിയൂണാണ് എന്ന് തോന്നി. എനിക്ക് പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ നമ്പർ ഒന്ന് തരുമോ? അവൻ ചോദിച്ചതും, ശോഭന മാം ആണോ? അയാൾ ചോദിച്ചു. അതെ മാം, ഇവിടെയുണ്ടല്ലോ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കൊടുത്തു. ഹലോ മാഡം, എൻ്റെ പേര് മാധവ്. എനിക്ക് മാമിനോട് പേഴ്സണലായിട്ടാണ് സംസാരിക്കാനുള്ളത്. ഞാൻ അവിടെ പഠിപ്പിക്കുന്ന സാന്ദ്രയിലെ സാന്ദ്രയുടെ കസിനാണ്. ലക്ഷ്മി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന മാധവ്. ഞാനൊരു ഡ്രൈവർ കൂടിയാണ്. എൻ്റെ 2 ബസ് നമ്മുടെ റൂട്ടിൽ പോകുന്നുണ്ട്. പേര് സീത, പിന്നെ ഒന്ന് കൃഷ്ണ. ആ മാധവ്, എന്നോട് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തിരി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ലക്ഷ്മിയുടെ വീടിനടുത്തുള്ളതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം, മൊബൈൽ നമ്പർ, അതിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് വേഗം ആ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു. വിളിച്ചതും പെട്ടെന്ന് തന്നെ അവിടെ ഫോൺ എടുത്തു. മാഡം, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. ഇന്നലെയാണ് എന്നോട് ലക്ഷ്മി എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. എന്നോട് പറഞ്ഞു, രാവിലെ തന്നെ ലക്ഷ്മി പറയാനുണ്ടായിരുന്ന സാഹചര്യവും പറഞ്ഞു. ആ ഈശ്വർ, അവൻ ആ കൊച്ചിനെ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്തായാലും ലക്ഷ്മി മോള് താമസിക്കുന്ന അവിടെ ഒരാളെങ്കിലും എല്ലാ കാര്യവും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവളുടെ കൂടെ നിൽക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾക്ക് അത്ര വിശ്വാസമാണ് മാധവിനെ. മാധവ് കൂടെ നിൽക്കുന്ന അത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് മോള് പറഞ്ഞത്. അവൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മോളെ അന്വേഷിച്ചാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും മോള് പേടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും പേടിയും സങ്കടവും ഒന്നും ആരെയും കാണിക്കില്ല. അമ്മയെ ഓർത്തുള്ള സങ്കടം എപ്പോഴും പറയും, അവൾ കാരണമാണ് പോയെന്ന്. പക്ഷേ അവളുടെ വിഷമങ്ങൾ ആരോടും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, പറയില്ല. ജാനകിയുടെ വീട്ടിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു ആ ജാനകിയുടെ മോൻ കാരണം. പക്ഷേ കുറേയൊക്കെ അവൾ പറയാതിരുന്നു. തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അവളെല്ലാം പറഞ്ഞത്. അത്ര ബോൾഡായ ഒരു ക്യാരക്ടറൊന്നുമല്ല, ഒരു പാവായിരുന്നു. സാഹചര്യം വന്നപ്പോഴാണ് അങ്ങനെ ചെയ്തു പോയത്. പക്ഷേ ഞാൻ മാധവിനോടൊരു കാര്യം പറയട്ടെ? എന്താ മേഡം? അത് അവൾ ഇതുവരെ അറിയാത്തൊരു കാര്യമാണ്. എന്താ? എൻ്റെ മോൻ, അവൾ പറഞ്ഞു കാണുമല്ലോ, മോൻ അന്വേഷിച്ച് ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ. അന്നറിയാൻ സാധിച്ചത് അവളെ കൂട്ടുകാരിയില്ലേ ദേവു, ആർക്ക് വേണ്ടിയാണോ എൻ്റെ കുട്ടി അത് ചെയ്തത്? അവളുടെ വിവാഹം കഴിഞ്ഞു.
അവള് വിവാഹം കഴിച്ചതിലല്ല പ്രശ്നം, അവള് വിവാഹം കഴിച്ചിരിക്കുന്ന ആളിലാണ് പ്രശ്നം. ആരാ മേഡം? മാധവ് ചോദിച്ചു. ഈശ്വർ. എന്ത്? അതെ, അവൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൾ നാട്ടിൽ തന്നെയുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ ഈശ്വറും അവൻ്റെ ഫാമിലിയും എല്ലാം ചെന്ന് കുറേ സംസാരിച്ചു. അവന് തെറ്റുപറ്റിയതാണെന്നും അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ആ കുട്ടിയും സമ്മതിച്ചു. അവർക്ക് ബാംഗ്ലൂരോ മൈസൂരോ ഒരു വീടും കൂടിയുണ്ട്. അവരുടെ ഫാമിലിയെല്ലാം അവിടെയാണ്. അവിടെ വെച്ച് ആരും അറിയാതെ ആ കൊച്ചിൻ്റെ വിവാഹം നടത്തി. ഇപ്പോൾ അവൾ ഈശ്വറിൻ്റെ തറവാട്ടിലുണ്ട്, ഈശ്വറിൻ്റെ ഭാര്യയായിട്ട്. മേഡം, അപ്പോൾ ഈശ്വർ എന്തിനാ ലക്ഷ്മി അന്വേഷിച്ച് വരുന്നത്? അറിയില്ല മാധവ, എന്താ സംഭവമെന്ന്. എനിക്ക് ഇത് ലക്ഷ്മിയോട് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ആ കൊച്ച് തകർന്നു പോവും. അതിനേക്കാൾ തകർച്ചുണ്ടാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ മാധവിന്? എൻ്റെ മോൻ ഈ ദേവുവിനോട് സംസാരിച്ചു. ലക്ഷ്മി പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവൾ ഓടി നമ്മുടെ ലക്ഷ്മിയെ കാണാൻ വരുന്നു. അവൾ പറഞ്ഞെന്താണെന്നറിയോ? ഇനി ലക്ഷ്മിയെ കാണണ്ടാന്ന്. അവരുടെ ജീവിതത്തിൽ ഒരു ശല്യമാകാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ലക്ഷ്മിയോട് വരരുത് എന്ന് പറയാൻ. ഇനി അവൾക്ക് കാണണ്ട എന്ന്. തൻ്റെ ഭർത്താവിനെ ഉപദ്രവിച്ച ആളാണ്, അതുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞോന്ന്. നന്ദിയില്ലാത്ത പെണ്ണ്. എനിക്ക് സത്യം പറഞ്ഞ അവളെ ചെന്ന് രണ്ട് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേണ്ടാന്ന് കരുതിയതാ. എന്തിനാ? നമ്മുടെ കൊച്ചിന് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, അത്ര തന്നെ. ശോഭന മാം പറഞ്ഞതും, മാം ഞാനിപ്പോൾ തൃപ്പൂണിത്തറയിലുണ്ട്. മാധവ്, താനെന്തിനാ അങ്ങോട്ട് പോയത്? ഞാൻ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി. എന്നിട്ട് അവരെ കണ്ടോ താൻ? ഇല്ല, ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിയില്ല. അതിനു മുമ്പ് ഒരു ചായക്കടയിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തി. അവർ പറഞ്ഞു ദേവുവിൻ്റെയും ലക്ഷ്മിയുടെയും അടുപ്പമൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം മേഡം പറഞ്ഞ അതുപോലെയല്ല. അതെ, ഞാൻ പറഞ്ഞതുപോലെയല്ല. ലക്ഷ്മി പറഞ്ഞതാണ്, അതായിരുന്നു സത്യവും. പക്ഷേ ഇപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ മാറ്റമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് മാധവിൻ്റെ തീരുമാനം എന്താ? ഇനി അവിടെ കണ്ട് സംസാരിക്കുന്നുണ്ടോ? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ എന്തായാലും എല്ലാം അറിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് ലക്ഷ്മിയുടെ കൂടെ നിൽക്കാൻ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ അയാളുടെ കൂടെ നിന്ന് സംസാരിക്കണമെങ്കിൽ എനിക്ക് എല്ലാ സത്യങ്ങളും അറിയണം. എന്നാലാണ് എനിക്ക് അയാളുടെ കൂടെ നിന്ന് സംസാരിക്കാൻ പറ്റൂ, അയാൾക്ക് വേണ്ടി വാദിക്കാൻ പറ്റൂ. മാധവ് പറഞ്ഞു. അത് ശരിയാ മാധവ്, എനിക്കും അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം അറിയുന്ന ഒരാൾ, അവളുടെ കൂടെ നിൽക്കുന്ന ഒരാളെങ്കിലും വേണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകനെ തന്നെ അതിനെ തിരഞ്ഞെടുത്തത്. കാരണം ലക്ഷ്മി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യം ഇതെൻ്റെ ഭർത്താവിനോട് സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ഒരു പോലീസുകാരനാണല്ലോ. പക്ഷെ പിന്നെ തോന്നി അങ്ങേര് ഇത്തിരി പോലീസ് ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ഇനി സംസാരിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മിയെ ആ കേസിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് കരുതി ഞാൻ പറയാതെ മോനോട് പറഞ്ഞത്. സത്യത്തിൽ അപ്പോഴത്തെ സിറ്റുവേഷൻ അവിടെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയാണ് മോനെ വിട്ടത്. മോൻ അവിടെ പോയി എല്ലാം അറിഞ്ഞു വന്നപ്പോൾ അവന് ലക്ഷ്മിയോട് ഭയങ്കര സഹതാപമായിരുന്നു, പിന്നെ ഭയങ്കര സ്നേഹവും. അവൻ എന്നോട് പറഞ്ഞത് കൂട്ടുകാരിക്ക് വേണ്ടി അത്രയെങ്കിലും അവൾ ചെയ്തില്ല എന്നാണ്. അങ്ങനെ അവൻ്റെ ഒരു സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലക്ഷ്മിക്ക് കൂട്ടായി എൻ്റെ മകനുണ്ടാവണമെന്ന് തോന്നി. ഞാനത് അവനോട് പറയുകയും ചെയ്തു. അവളെ ഈ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവന്നാലോ എന്ന്. അവന് ഇഷ്ടമായിരുന്നു. പക്ഷേ അവൻ്റെ അദ്ദേഹം സമ്മതിച്ചില്ല. അതിൻ്റെ പേരിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടായി. പിന്നെ ഞാനും കരുതി ഇപ്പോഴേ അതിന് സമാധാനമില്ല. അങ്ങനെ സമാധാനം ഇല്ലാതിരിക്കുന്നതിനെ എന്തിനാ വീണ്ടും സമാധാനമില്ലാതെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന്. ഇവിടെ വന്നാൽ അങ്ങേരൊരു സമാധാനം കൊടുക്കില്ല അതിന്. ചിലപ്പോൾ സ്വന്തം മകൻ വിവാഹം കഴിക്കാതിരിക്കാൻ അതിനാ കേസിൽ കൊടുക്കാൻ വരെ സാധ്യതയുണ്ടെന്ന് തോന്നിയോണ്ടാണ് എൻ്റെ ഇഷ്ടവും എൻ്റെ മകൻ്റെ ഇഷ്ടവും ഞങ്ങൾ രണ്ടുപേരും മറന്നത്. മാധവിന് അത് കേട്ടപ്പോൾ ഒരു ആശ്വാസമാണ് തോന്നിയത്. മകന് വേണ്ടി വിവാഹം ലക്ഷ്മി ആലോചിച്ചു എന്ന് പറഞ്ഞപ്പോഴും മകന് ലക്ഷ്മി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും മാധവിൻ്റെ നെഞ്ചിടിപ്പ് കൂടിയിരുന്നു. എന്നാൽ ആ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ് കേട്ടപ്പോഴാണ് അവന് ആശ്വാസം തോന്നിയത്.
അവൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. മാധവ് മാധവ് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോളൂ. അവിടെ അന്വേഷിക്കാൻ പറ്റിയ ഒരാളുണ്ട്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റിയ ഒരാൾ. അദ്ദേഹം അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടുത്തെ കാര്യസ്ഥനാണ്. അദ്ദേഹത്തിന് ലക്ഷ്മി മോളെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വീട് മോൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഒരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞ് 4ാമത്തെ ഒരു വീടുണ്ട്. ഓടിട്ട ഒരു കുഞ്ഞു വീടാണ്. ആ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന് മക്കളില്ല. ഭാര്യയും അദ്ദേഹവും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ദേവുവിനോടും ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. ആ വീട്ടിൽ അന്ന് നടന്ന സംഭവം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അറിയാം. അവരാരോടും പറയില്ല. പക്ഷേ അവർ ലക്ഷ്മിയോട് നന്ദികേട് കാണിച്ചു എന്ന് ആ ഭാര്യയും ഭർത്താവും ഒരുപോലെ പറഞ്ഞു. അതുകൊണ്ട് മാധവിനെ കുറച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ സഹായിക്കുമെന്ന് തോന്നുന്നു. ശോഭന മാം പറഞ്ഞതും താങ്ക് യു മാം, ഞാനെന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. പേരെന്താ പറഞ്ഞത്? ഒരു ദിവാകരൻ എന്നെങ്ങാണ്ടോ ആണ്. ഒന്ന് കൺഫേം ചെയ്തോളൂ. അവിടുത്തെ കാര്യസ്ഥനാണ്. ഇപ്പോൾ മാധവ് ഏതൊരു ചായക്കടയിൽ നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അവിടെ ഒന്ന് അന്വേഷിച്ചോളൂ. ഉറപ്പായിട്ടും അവർക്കറിയാൻ പറ്റും ഇന്ദ്രപ്രസ്ഥത്തിലെ കാര്യസ്ഥനെക്കുറിച്ച്. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ടെന്നും അറിയാൻ പറ്റും. വേണമെങ്കിൽ ഫോൺ നമ്പർ ഒന്ന് ചോദിച്ചിട്ട് വിളിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് മാധവിൻ്റെതായ രീതിയിൽ ഒന്ന് അന്വേഷണം നടത്തിക്കോളൂ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാലോ. എൻ്റെ മകൻ വന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ നാളായി. ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ, ദേവുവിൻ്റെ അവസ്ഥ, ഈശ്വർ എല്ലാം നമുക്കൊന്ന് അറിഞ്ഞു വെക്കാമല്ലോ. ഓക്കെ മാം, ഞാൻ അന്വേഷിക്കാം. എന്നിട്ട് എന്നെ വിളിച്ച് പറയണം. തീർച്ചയായിട്ടും ഞാൻ പറയാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ മാധവ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത മാധവ് വീണ്ടും കാറിൽ നിന്നും ഇറങ്ങി. എന്താ മോനെ? ചായക്കടയിലെ ചേട്ടൻ ചോദിച്ചതും, ചേട്ടാ ഇന്ദ്രപ്രസ്ഥത്തിലെ കാര്യസ്ഥൻ ദിവാകരൻ ആ ചേട്ടനെ കാണാൻ പറഞ്ഞു. ദിവാകരനാണോ? ദാ പോകുന്നത് ആള് എന്ന് പറഞ്ഞ് റോഡിൻ്റെ മറു സൈഡിൽ കൂടി നടന്നു പോകുന്ന ഒരു പ്രായമുള്ള ആളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. കുടയും ചൂടിയാണ് പോകുന്നത്. വീട്ടിലേക്ക് പോകുന്നതാ. മരുന്ന് കഴിക്കാനുണ്ട്. എന്നും ഈ സമയമാകുമ്പോൾ വീട്ടിൽ പോയി ഭക്ഷണവും കഴിക്കും, മരുന്നും കഴിച്ചിട്ട് ആൾ വരും. ചെന്നോളൂ. അയാൾ പറഞ്ഞതും മാധവ് അങ്ങോട്ട് നോക്കി. വേഗം കാറിൽ കയറി കാറ് തിരിച്ച് അയാളുടെ മുന്നിലായി കൊണ്ടുവന്ന് നിർത്തി. ചേട്ടൻ ഇന്ദ്രപ്രസ്ഥത്തിലെ കാര്യസ്ഥനല്ലേ? അതെ. മോനേതാ? ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ പഴയൊരു ഡ്രൈവറില്ലേ, ബാലചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. ഏത്? ലക്ഷ്മി മോളുടെ ഭർത്താവോ? ആ അതെ, മാധവ് പെട്ടെന്ന് തന്നെ പറഞ്ഞു. എൻ്റെ കുട്ടിയെ, എന്നിട്ട് ലക്ഷ്മി മോൾ എന്തേ? മോള് വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാ. ആളുടെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നേ. ആ അത് ശരിയാ. അന്ന് മോള് അതൊന്നും വാങ്ങാതെയാണല്ലേ പോയത്. ആ അതെ. ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ വീട്ടിലേക്ക്. എന്നാ വാ, ഞാൻ കൊണ്ടുപോയി ആക്കി തരാം. അയ്യോ വേണ്ട മോനെ, ഞാൻ പൊയ്ക്കോളാം. അല്ല ചേട്ടാ, എനിക്ക് ചേട്ടനോടും ചേച്ചിയോടും ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോടോ? ആ, ചേട്ടനോടും ചേട്ടൻ്റെ ഭാര്യയോടും ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. ലക്ഷ്മി പറഞ്ഞതാ. ആണോ? എന്നാൽ ഞാൻ വരാം. വേഗം മാധവ് കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തതും അയാൾ കാറിലേക്ക് കയറി. അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു വീട്. പെട്ടെന്ന് തന്നെ എത്തി. വീടിന് മുന്നിൽ കാറ് നിർത്തിയതും മോനിറങ്ങി വാ എന്ന് പറഞ്ഞ് അയാൾ വിളിച്ചതും മാധവ് ചുറ്റുമൊന്ന് നോക്കി. ആദ്യം കാണുന്നത് ഒരു ജംഗ്ഷനാണെങ്കിലും പിന്നീട് ഇങ്ങോട്ടുള്ള വഴിയിലെല്ലാം ചെറിയ വീടുകളാണ്. ശരിക്കും ഒരു നാട്ടിൻപുറം പോലെ തന്നെ. അവൻ ചുറ്റുപാട് നോക്കി നിന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണ് വീടിനകത്ത് നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നത്. തങ്കമണി, ഇതാരാണെന്നറിയോ നിനക്ക്? ആ ചേട്ടൻ ചോദിച്ചതും അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും മാധവ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇത് നമ്മുടെ ബാലചന്ദ്രൻ്റെയും സരസ്വതിയുടെയും മരുമകനാണ്. എൻ്റെ ഈശ്വര, ബാലചന്ദ്രൻ്റെയും സരസ്വതിയുടെയും. അപ്പോൾ ലക്ഷ്മി മോളുടെ? ആ അത് തന്നെ. എന്നിട്ട് ലക്ഷ്മി മോളെന്തേ? അവർ കാറിലേക്ക് നോക്കുന്നത് കണ്ടതും ആള് വന്നിട്ടില്ല. എന്തുപറ്റി? മോൾക്ക് വിശേഷങ്ങാനുണ്ടോ? അത് കേട്ടതും മാധവൊന്ന് ഞെട്ടി. ഇല്ല, ഞാൻ ആളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നതാ. അതെയോ? വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായി. ആ ആണോ? മോൻ വാ, അകത്തേക്ക് കയറിയിരിക്കുക.
ആ സ്ത്രീ വളരെ സ്നേഹത്തോടെ മാധവിനെ ക്ഷണിച്ചു. കൂടെ ആ ചേട്ടനെയും. നമുക്കിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് വരാന്തയിൽ കാണുന്ന കസേരയിൽ അവനിരുന്നു. എന്നിട്ട് വിശേഷങ്ങൾ പറ, എന്തു പറയുന്നു? സരസ്വതിയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ബാലചന്ദ്രൻ ഇപ്പം എന്ത് ചെയ്യുന്നു? അവർ ചോദിച്ചതും, അത് അമ്മ അമ്മ മരിച്ചു. ഒരു വർഷമായി. ഈശ്വര, സരസ്വതി പെട്ടെന്ന് കുഴഞ്ഞു വീണതാ. ആണോ? നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ? എന്താ അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, സരസ്വതിക്ക് നൃത്തം എന്ന് പറഞ്ഞാൽ ഭ്രാന്തായിരുന്നേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അമ്മ പെട്ടെന്ന് ഇങ്ങനെ വീണതാ, അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു. ആണോ? അപ്പോൾ ലക്ഷ്മി മോളുടെ കല്യാണം കൂടാൻ ഭാഗ്യം ഉണ്ടായില്ല അല്ലേ? ഇല്ല. ആ, മോനെന്ത് ചെയ്യുന്നു? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറോ? അത് പറയുമ്പോൾ അവരുടെ മുഖം മങ്ങിയതും അവർ പരസ്പരം നോക്കുന്നതും അവൻ കണ്ടു. ആ അതെ, എനിക്ക് 2 ബസ്സുണ്ട് സ്വന്തമായിട്ട്. ആണോ? അത് കേട്ടപ്പോൾ അവരുടെ മുഖം തെളിയുന്നത് അവൻ കണ്ടു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്, എന്നോട് ലക്ഷ്മി ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങളോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞു. കാരണം അവൾക്ക് നിങ്ങൾ അത്ര വിശ്വാസമാണേ. മാധവ് പറഞ്ഞതും, അതെ, എനിക്കെൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ലക്ഷ്മി മോള്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സരസ്വതിയുടെ അടുത്ത് ചെല്ലും. എനിക്ക് വർത്തമാനം പറഞ്ഞിരിക്കാൻ അവരല്ലേ ഉള്ളൂ. അങ്ങനെ പോവുമായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മി മോളുമായിട്ട് എനിക്ക് കൂടുതൽ അടുപ്പം. അവർ പറഞ്ഞു. എന്താ മോനെ മോള് പറഞ്ഞത്? അത് ദേവുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് ആളറിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഏതാന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാൻ എന്നോട് പറഞ്ഞു. ഓ, അതറിഞ്ഞോ കുട്ടി? ആ കുട്ടിയോട് ചെയ്തത് കൊലച്ചതിയാണ്. അതല്ലേ അന്ന് രക്ഷപ്പെടുത്തിയത്? അല്ലെങ്കിൽ ആ മറ്റവനും കൂടി കയറി ഈ പെങ്കൊച്ചിനെ നശിപ്പിച്ചാനേ? അതിനുള്ളൊരവസരം ലക്ഷ്മി മോളല്ലേ കൊടുക്കാതിരുന്നത്? എന്നിട്ട് അവൻ്റെ പൂങ്കണ്ണീരും കൊണ്ട് വന്നപ്പോൾ എല്ലാം മറന്ന് സ്വീകരിച്ചിരിക്കുന്നു. ആ, എന്തു നോക്കാൻ, ഇന്ദ്രപ്രസ്ഥം പോലെ തന്നെ വലിയൊരു തറവാട്. അപ്പോൾ അവിടുത്തെ ഒരു ചെക്കനെ കിട്ടിയപ്പോൾ അവരെല്ലാം മറന്നു, അത്ര തന്നെ. പക്ഷേ ആ പെങ്കൊച്ചു മറക്കുന്ന ഞാൻ കരുതിയില്ല. അവർ പറഞ്ഞപ്പോൾ മാധവ് ആ ചേട്ടനെ നോക്കി. അതേ മോനെ, അവർ വന്ന് കുറേ സംസാരിച്ചു. ആ പെങ്കൊച്ച ആദ്യമൊക്കെ എതിർത്ത് നിന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പോൾ വേറെ വിവാഹം കഴിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നടന്നാലും ഇതിപ്പോഴും ഒരു പ്രശ്നമായിട്ട് ജീവിതത്തിൽ വരും. ഇവനാവുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവനും കുറേ പറഞ്ഞു കേട്ടോ, ഇവൻ നന്നായി, ഇവൻ്റെ വീട്ടുകാർ ആ പെങ്കൊച്ചിനെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ അവനൊരു തരികിടയാ. അവനെ കണ്ടാലറിയാം. ഇവിടെ വരുമ്പോൾ സത്യത്തിൽ എനിക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല. അവനുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് നേരത്തെ അവിടെ നിന്ന് പോരും. പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലാട്ടോ. ആര്? മാധവ് ചോദിച്ചു. വേറെ ആര്? ആ ചെക്കനും ആ പെണ്ണും. ദേവുവോ? അതെ മോനെ, ആരെങ്കിലും അങ്ങനെയുള്ളവന്മാരെ സ്നേഹിക്കോ? ഇതെന്താ കൊച്ചിന് പറ്റിയെന്ന് ദൈവത്തിനറിയാം. എന്തായാലും അതിൻ്റെ ജീവിതം അങ്ങനെ, അത്ര തന്നെ. പിന്നെ മോൻ വിശേഷമൊക്കെ പറ. എന്നിട്ട് മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പിന്നെ അവർ മാധവിൻ്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു. അതിനിടയിൽ കൂടി മാധവ് ലക്ഷ്മിയുടെയും മറ്റും പഴയ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അവർ വലിയ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാം പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മാധവിന് ഉറപ്പായി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, അവൾക്ക് സ്കൂളിൽ ജോലി കിട്ടി. അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അതെയോ? മോൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുട്ടികളെ പഠിപ്പിക്കണമെന്ന്. നന്നായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ മോളെയും കൊണ്ടൊന്ന് വരണേ, കാണാനുള്ള കൊതി കൊണ്ടാണേ, അവർ പറഞ്ഞു. തീർച്ചയായിട്ടും വരും, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ. മാധവ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവൻ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ആ ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവരാദ്യം വാങ്ങാൻ കൂട്ടാക്കിയില്ലെങ്കിലും മാധവ് നിർബന്ധിച്ച് കൊടുത്തു. അവൻ അവിടെ നിന്നിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. ഹരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടപ്പോൾ അവനത് കുറഞ്ഞു പോയി എന്നാണ് മാധവിന് തോന്നിയത്. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ്, മനസ്സ് സമാധാനമായിട്ടാണ് മാധവ് അവിടെ നിന്നും തിരിച്ചത്. അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ശോഭന മാമിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് വലിയ ഞെട്ടലൊന്നും അവർക്കും തോന്നിയില്ല. എന്നാൽ പിന്നെ മാധവ് ഇങ്ങോട്ട് പോരാണോ?
അതെ മാം, ഇപ്പോൾ തിരിച്ചാ രാത്രിയാകുമ്പോഴേക്കും എത്താലോ. എന്നാൽ ശരി, ഇവിടെ എത്തിയിട്ട് വിളിക്ക്. ശരി എന്ന് പറഞ്ഞ് മാധവ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് മാധവ് കുറച്ചു നേരം കാറിലെ സീറ്റിലേക്ക് തന്നെ ചാരിയിരുന്നു. എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചാണ് മാധവ് അവിടെ നിന്നും വണ്ടിയെടുത്തത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.